ഗുഡ് മോർണിംഗ് സിനിജി. ഗുഡ് മോർണിംഗ് എന്ന് പറയാൻ പറ്റുമോ എന്നറിയില്ല, എന്നാലും ഗുഡ് മോർണിംഗ്. അമേരിക്ക നേരിട്ട് ഇറാനെ ആക്രമിച്ചിരിക്കുകയാണ്. അതായത് നമ്മുടെ തനി നാടൻ മലയാള ഭാഷയിൽ പറഞ്ഞാൽ അമേരിക്ക ഇറാനിട്ട് ചാമ്പി. ഇറാൻ തകർന്ന് തരിപ്പണമാകുന്ന അവസ്ഥയിലേക്ക് വന്നു. മൂന്ന് ആണവ കേന്ദ്രങ്ങളാണ് ആക്രമിച്ചിരിക്കുന്നത് എന്നാണ് പറയുന്നത്. വലിയ നാശനഷ്ടങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്ന് പറയുമ്പോഴും നമ്മളൊക്കെ ആശങ്കപ്പെടുന്നത് ഈ നേരിട്ടുള്ള അടിയിൽ ഇറാന്റെ പ്രതികരണം എങ്ങനെയായിരിക്കും? A short time ago, the U.S. military carried out massive precision strikes on the 3 key nuclear facilities. ശരിക്കും ഇതാ തന്നെ ഞാൻ ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞത്. നമുക്ക് ഗുഡ് മോർണിംഗ് ആണെങ്കിൽ പോലും ഒരു വിഷമകരമായ വാർത്തയാണ്, ശരിക്കും യുദ്ധത്തിൻ്റെ വാർത്തയാണ്. ഇപ്പോൾ അമേരിക്ക നേരിട്ട് യുദ്ധക്കളത്തിലേക്ക് ഇറങ്ങിയിരിക്കുന്നു. എന്നിട്ട് ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങൾ, പ്രധാനപ്പെട്ട ഫോർദോ, ഇസ്ഫഹാൻ, അതുപോലെ തന്നെ നദാൻസ്, 3 ആണവ കേന്ദ്രങ്ങൾക്ക് നേരെ അമേരിക്ക ആക്രമണം നടത്തി. B-2 സ്റ്റെൽത്ത് ബോംബറുകൾ ഉപയോഗിച്ചാണ് ആക്രമണം നടത്തിയെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഔദ്യോഗികമായി വ്യക്തമാക്കി. ഞങ്ങളുടെ ആക്രമണം വിജയകരമായിരുന്നു, ഞങ്ങൾ ലക്ഷ്യത്തിലെല്ലാം തന്നെ ബോംബ് വർഷിച്ചു, അതിനുശേഷം ഈ വിമാനങ്ങൾ സുരക്ഷിതമായി തിരിച്ചെത്തി. അപ്പോൾ ഞങ്ങൾ നേരത്തെ മുന്നറിയിപ്പ് നൽകിയതാണ്, കൃത്യമായ അടി നൽകിയിട്ടിരിക്കുന്നു എന്ന് ഡൊണാൾഡ് ട്രംപ് പറയുന്നു. അപ്പോൾ നേരത്തെ ട്രംപ് പറഞ്ഞിരുന്ന കാര്യം 2 ആഴ്ച വരെ ഞങ്ങൾ സമയം കൊടുക്കും, അതിനുള്ളിൽ ഇറാൻ എന്ത് തീരുമാനിക്കുന്നു അനുസരിച്ച് US അടുത്ത സ്റ്റെപ്പ് വെക്കുമെന്ന് പറയുന്നു. ഇത് പറഞ്ഞത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ മറ്റൊരു തന്ത്രം എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കും. കാരണം ട്രംപ് പറയുന്ന പോലെ അല്ലല്ലോ പ്രവർത്തിക്കുക. ഇന്നൊരു കാര്യം പറയും, നാളെ വേറൊരു പ്രവൃത്തി, അടുത്ത ദിവസം വേറൊരു കാര്യം പറയും, അതിൻ്റെ അടുത്ത ദിവസം വേറെ പ്രവൃത്തി എന്ന് പറയുന്ന പോലെ ഇറാനിലെ ആണവ കേന്ദ്രങ്ങൾക്ക് നേരെ ഇത്തരമൊരു ആക്രമണം ഉണ്ടാകുമെന്ന് ആരും പ്രതീക്ഷിച്ചില്ല. അപ്പോൾ B-2 സ്റ്റെൽത്ത് ബോംബർ ആയതുകൊണ്ട് തന്നെ റഡാറുകളുടെ കണ്ണ് വെട്ടിക്കാൻ എളുപ്പമാണ്. ഇതിൻ്റെ പുറമെയുള്ള കോട്ടിംഗ് ഒക്കെ കൊണ്ട് തന്നെ റഡാറുകൾക്ക് ഇതിനെ പിടിച്ചെടുക്കാനോ ഐഡൻറ്റിഫൈ ചെയ്യാനോ പറ്റില്ല. മാത്രമല്ല ഇറാനിലെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ഇസ്രായേൽ ആക്രമണത്തിൽ ഏതാണ്ട് പൂർണ്ണമായും തകരുകയും ചെയ്തു. ഈ ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിലൊരു ആക്രമണം നടത്തിയത്. അപ്പോൾ നേരത്തെ തന്നെ ഈ വിമാനങ്ങൾ ഈ മേഖലയിലേക്ക് പറന്നുയരുന്നു എന്ന് പറയുന്നത് വലിയ ആശങ്ക സൃഷ്ടിച്ചിട്ടുണ്ട്. പസഫിക് ദ്വീപായ ഗ്വാമിലേക്കാണ് ഈ വിമാനങ്ങൾ ആദ്യം പറന്നു വന്നത്. അന്ന് തന്നെ ലോകം ആശങ്കയോടെ ഉറ്റുനോക്കിയിരുന്നു ഏതെങ്കിലും തരത്തിലുള്ള ആക്രമണം ഇവർ നടത്തുമോ എന്ന്. ഇപ്പോൾ ഫോർദോയിൽ, അതുപോലെ തന്നെ നദാൻസിൽ, ഈ ഇസ്ഫഹാൻ എന്നിവിടെല്ലാം ആക്രമണം നടത്തിയതോടുകൂടി ഏതെങ്കിലും തരത്തിലുള്ള ആണവ ചോർച്ച ഉണ്ടാകുമോ എന്നുള്ളതാണ് ലോകം ഉറ്റുനോക്കുന്നത്. എന്തായാലും ആക്രമണത്തിൽ വളരെ സന്തോഷമുണ്ടെന്ന് പറഞ്ഞിട്ട് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും സന്തോഷം പ്രകടിപ്പിച്ചിട്ടുണ്ട്. കാരണം ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു, ഞങ്ങൾ എക്സ്പെക്റ്റ് ചെയ്തതാണ് അമേരിക്കയുടെ ഒരു സഹായം, അതിപ്പോൾ സംഭവിച്ചിരിക്കുന്നു. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ആശ്ലേഷിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങി. അപ്പോൾ ഡൊണാൾഡ് ട്രംപ് അല്ലെങ്കിൽ അമേരിക്ക നേരിട്ട് യുദ്ധരംഗത്തേക്ക് ഇറങ്ങി എന്ന് പറഞ്ഞാൽ യുദ്ധത്തിൻ്റെ മുഖം മാറുന്നു എന്നാണ് അർത്ഥം. കാരണം ഇറാൻ്റെ തിരിച്ചടി എങ്ങനെയാണ്, ഇറാൻ്റെ പ്രതികരണം എങ്ങനെയാണ് എന്നുള്ളത് വളരെ ശ്രദ്ധിക്കണം. മാത്രമല്ല അവിടുത്തെ ഇൻ്റലിജൻസ് ബ്രീഫിംഗ് ഒക്കെ നേരത്തെ ഡൊണാൾഡ് ട്രംപിന് നൽകിയത് 2 ആഴ്ചയ്ക്കുള്ളിൽ തന്നെ ഇവർ ആണവായുധങ്ങളുമായിട്ട് എപ്പോൾ വേണമെങ്കിലും ആക്രമണത്തിന് സജ്ജമാകും. അതുകൊണ്ട് തന്നെ മുൻകൂട്ടി അങ്ങോട്ടേക്ക് കയറി അടിക്കുക എന്ന തന്ത്രമാണ് ഇവിടെ അമേരിക്ക പ്രയോഗിച്ചത്. അതുകൊണ്ട് ഡൊണാൾഡ് ട്രംപ് നേരിട്ട് ലോകത്തോട് പറയുന്നു, ഞങ്ങൾ B-2 സ്റ്റെൽത്ത് ബോംബർ ഉപയോഗിച്ചുകൊണ്ട് അവരുടെ ആണവ കേന്ദ്രങ്ങളെ ആക്രമിച്ചു. പക്ഷേ ഇതുമൂലം ഉണ്ടാകുന്ന നാശനഷ്ടങ്ങൾ എത്രത്തോളം വലുതാണ്, എത്രത്തോളം ഭീകരമാണ് എന്നതിൻ്റെ വിവരങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ല. ഇറാൻ എങ്ങനെ തിരിച്ചടിക്കുമെന്നുള്ള വിവരവും പുറത്തു വരുന്നില്ല. അപ്പോൾ വരും മണിക്കൂറിൽ ഇതിൻ്റെ വ്യക്തമായ വിവരങ്ങളൊക്കെ നമുക്ക് അറിയാൻ പറ്റിയേക്കും. തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. ഇവിടെ നമ്മൾ ആശങ്കപ്പെടുന്നത് ഇറാനോടൊപ്പം ചൈനയും റഷ്യയും ചേർന്നുകൊണ്ട് തിരിച്ചടിക്ക് ഒരുങ്ങുമ്പോൾ അത് വലിയ ആശങ്കപ്പെടുത്തുന്ന കാര്യം തന്നെയാണ്. ഇപ്പോൾ B-2 യുദ്ധവിമാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് അമേരിക്ക വലിയ രീതിയിലുള്ള നീക്കങ്ങൾ ഇറാനിൽ നടത്തിയത് എന്നുള്ളത്. അതുപോലെ തന്നെയാണ് GBU-57AB എന്ന് പറയുന്ന ബങ്കർ ബസ്റ്റർ മിസൈലുകൾ ഉപയോഗിച്ചുകൊണ്ട് മാത്രമേ ഈ ഭൂഗർഭ അറകളിലേക്ക് ഇത് ഇറങ്ങിച്ചെന്ന് തകർക്കാൻ കഴിയൂ. അത് അമേരിക്ക ഉപയോഗിക്കുമോ എന്നുള്ള ഒരു ആശങ്ക ലോകത്തുണ്ടായിരുന്നു. പക്ഷെ അമേരിക്ക ഉപയോഗിച്ച് കഴിഞ്ഞു എന്നുള്ളതാണ്. ഈ ഫോർഡോമിൻ്റെ ഏകദേശം അടുത്ത് വരെ ഈ പ്ലാനിൻ്റെ അടുത്ത് വരെ ഇവരുടെ മിസൈലുകൾ എത്തി എന്നുള്ളത് തന്നെയാണ്. പക്ഷേ അണുവികിരണം നടന്നിട്ടില്ല എന്ന് ഇറാൻ പറയുന്നുണ്ട്. മാത്രമല്ല വലിയ രീതിയിലുള്ള കലുഷിതമായ ഒരു അന്തരീക്ഷമാണ് ഇറാനിലെങ്കിലും ഇവർ ഈ അണുവായുധമൊക്കെ സുരക്ഷിതമായ കേന്ദ്രങ്ങളിലേക്ക് മാറ്റിയെന്ന് പറയുന്നു. ഇത് ഇറാന്റെ അവകാശവാദമാണ്. പക്ഷേ അണുവികിരണം നടന്നിട്ടുണ്ടോ എന്നുള്ള കാര്യം നമുക്ക് ഇപ്പോഴും അറിയില്ല. ട്രംപ് പറയുന്നു ഇനി സമാധാനത്തിന്റെ പാതയിലേക്കാണിത്. സംസാരം ഇപ്പോൾ ജനീവയിൽ സമാധാന ചർച്ചകൾക്കുള്ള കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നതിനിടയ്ക്കാണ് ഇസ്രായേലിനെ സഹായിക്കാനായി അമേരിക്കയുടെ ഈ ഒരു വലിയ നീക്കം എന്ന് പറയുന്നത്. കഴിഞ്ഞ ദിവസം നൊബേൽ സമ്മാനത്തിനായി പാകിസ്ഥാൻ ട്രംപിന് വേണ്ടി ട്രംപിനോടൊപ്പം ചേർന്ന് നിന്ന് സംസാരിച്ചതേ ഉള്ളൂ. അതിനു മുൻപേ തന്നെ അമേരിക്കയിൽ നിന്ന് ഇത്തരമൊരു നീക്കം ഇറാനിലോട്ടുണ്ടായി. എന്നിട്ട് ട്രംപ് പറയുന്നു ഇനി സമാധാനം, ഇനിയാണ്
സമാധാനമില്ലായ്മ എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇറാൻ പറയുന്നു നിങ്ങളുടെ അടിക്ക് ഞങ്ങൾ തിരിച്ചടിക്കുക തന്നെ ചെയ്യും, ആ അടി നിങ്ങൾ വിചാരിക്കുന്നതിനും അപ്പുറമായിരിക്കും. ഇപ്പൊ ഇന്നലെ നമ്മളൊരു വാർത്ത പറഞ്ഞതുപോലെ ക്ലസ്റ്റർ ബോംബുകൾ അടക്കം ഇറാൻ പ്രയോഗിച്ചു ഇസ്രായേലിലേക്ക്. അപ്പൊ ഇറാന്റെ ആയുധ ശേഖരണത്തിൽ ഇനിയും ഒരുപാട് നമ്മൾ അറിയാത്ത കാണാത്ത ആയുധങ്ങൾ ഉണ്ടാകും. ഇല്ലെങ്കിൽ ചൈനയും റഷ്യയും ഇറാന് കൊടുക്കാനും സാധ്യതയുണ്ട്. അങ്ങനെയാണ് എങ്കിൽ നമ്മൾ ഒക്കെ ആശങ്കപ്പെടുന്നത് പോലെ തന്നെ ഒരു മൂന്നാം ലോക മഹായുദ്ധത്തിലേക്ക് ഇത് കടക്കുമോ എന്നുള്ളൊരു ഭയം നമുക്ക് ഉണ്ട്. അങ്ങനെ വരാൻ സാധ്യതയുണ്ടോ എന്നാണ് ഇപ്പോൾ ലോകം തന്നെ ആശങ്കയോടെ നോക്കുന്നത്. ശരിക്കും ട്രംപ് പറഞ്ഞ ഇത്രയാണ്, ഞങ്ങൾ നടത്തിയ സർജിക്കൽ സ്ട്രൈക്കാണ്. ഈ സർജിക്കൽ സ്ട്രൈക്ക് എന്ന് പറയുമ്പോൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്തുണ്ടായിരുന്ന ആക്രമണം. ഇതിലൂടെ ഒരു ചരിത്ര നിമിഷം പിറന്നിരിക്കുന്നു. ഇസ്രയേലിനും അമേരിക്കയ്ക്കും ഉൾപ്പെടെ ലോകത്തിന് മുന്നിൽ ഞങ്ങൾ ഒരു ചരിത്രം തുറക്കുകയാണ്. ഈ രീതിയിലാണ് ഡൊണാൾഡ് ട്രംപ് പറയുന്നത്. അപ്പോൾ ഡൊണാൾഡ് ട്രംപ് ഇങ്ങനെ ഒരു അവകാശവാദം ഉന്നയിക്കുമ്പോൾ B2 സ്റ്റെൽത്ത് ബോംബർ ഉപയോഗിച്ച് ആക്രമണം നടത്തിയെന്ന് പറയുമ്പോൾ എത്രത്തോളം നാശനഷ്ടം ഉണ്ടായെന്ന് ഔദ്യോഗികമായി വിശദീകരിക്കേണ്ട ഇറാനാണ്. പക്ഷേ ഇപ്പോൾ ധന്യ സൂചിപ്പിച്ച ഒരു കാര്യം, ഇത്തരത്തിലുള്ള ആക്രമണത്തിന് അമേരിക്ക തയ്യാറെടുക്കുന്ന ഒരു 4 ദിവസമായിട്ട് പസഫിക് മേഖലയിലെ ഗ്വാം മേഖലയിലേക്ക് അല്ലെങ്കിൽ അവിടേക്ക് ഈ B2 സ്റ്റെൽത്ത് ബോംബർ വിമാനങ്ങൾ ഇറങ്ങുന്നു എന്നുള്ളതൊക്കെ കൃത്യമായിട്ട് ലോകം തിരിച്ചറിഞ്ഞണം. അതുകൊണ്ട് തന്നെ ഇറാൻ തന്ത്രപരമായി അവിടുത്തെ സമ്പുഷ്ടീകരിച്ച യുറേനിയം മറ്റൊരു കേന്ദ്രത്തിലേക്ക് മാറ്റി എന്നതിൻ്റെ വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. കാരണം ഇവർക്ക് ചില ആണവ കേന്ദ്രങ്ങൾ, സൈനിക കേന്ദ്രങ്ങളൊക്കെ തന്നെയുണ്ട്. മാത്രമല്ല ഈ ഫോർദോയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഭൂമിക്കടിയിൽ ബങ്കറുകൾ നിർമ്മിച്ച് അതിനടിയിൽ തുരങ്കപാത കോംപ്ലിക്കേറ്റഡ് ആകുന്ന രീതിയിൽ നിർമ്മിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അവർക്ക് മാത്രം അത് കൺട്രോൾ ചെയ്യാൻ കഴിയുന്ന രീതിയിൽ. അപ്പോൾ 250 അടിയോളം താഴ്ചയിലേക്ക് ആക്രമണം നടത്തിയാൽ മാത്രമേ ഈ ബങ്കർ ബസ്റ്റർ ബോംബ് പൊട്ടിത്തെറിച്ച് ആണവ കേന്ദ്രത്തെ നശിപ്പിക്കാൻ പറ്റൂ. കാരണം ഭൂമി തുളച്ച് അടിയിലേക്ക് ചെന്നിട്ട് അവിടെ വെച്ചാണ് ഈ ബോംബ് പൊട്ടിത്തെറിക്കേണ്ടത്. അത്തരത്തിലുള്ള ബങ്കർ ബസ്റ്റർ ബോംബ് ഇവർ ഉപയോഗിച്ചു എന്നുള്ള കാര്യം അമേരിക്ക പറയുന്നില്ല. കാരണം ഈ ബോംബറുകൾ വഹിക്കാൻ കഴിയുന്ന പ്രത്യേക വിമാനങ്ങൾ അമേരിക്കയ്ക്ക് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഞങ്ങൾക്ക് മാത്രമേ ഇത്തരം ഒരു ആക്രമണം നടത്താൻ സാധിക്കൂ എന്ന് ഡൊണാൾഡ് ട്രംപ് നേരത്തെ പറഞ്ഞതാണ്. പക്ഷേ ഇതൊരു ചരിത്ര നിമിഷമാണെന്ന് ട്രംപ് പറയണമെങ്കിൽ കൃത്യമായ ആക്രമണം നടന്നിരിക്കാം. ഒരു പക്ഷേ ഈ ഫോർദോ, ഇസ്ഫഹാൻ, അതുപോലെ തന്നെ നദാൻസ് എന്നീ മേഖലകളിലേക്ക് അമേരിക്ക ആദ്യമായി ആക്രമണം നടത്തിയെന്നേ ഉള്ളൂ. ശരിക്കും ഈ പറയുന്ന പോലെ ബങ്കർ ബസ്റ്റർ ഉപയോഗിക്കണമെന്നില്ല. കാരണം ഈ ആക്രമണം നടത്തുമ്പോൾ ഇറാൻ്റെ റിയാക്ഷൻ എങ്ങനെയാണെന്ന് നോക്കിയിട്ട് പിന്നീട് തിരിച്ചടിക്കാം. അതുകൊണ്ടാണ് ഡൊണാൾഡ് ട്രംപ് പറയുന്നത് ഞങ്ങൾ ആക്രമണത്തിനിറങ്ങി. കാരണം ഫസ്റ്റ് ഫേസിൽ തന്നെ ആക്രമണം നടത്തിയും ബങ്കർ ബസ്റ്റർ ഉപയോഗിച്ചിട്ട് ഇത് പരാജയപ്പെടുകയും ചെയ്താൽ അമേരിക്കയ്ക്ക് അതൊരു വലിയ നാണക്കേടാകും. അതുകൊണ്ട് തന്നെ തന്ത്രപരമായ നീക്കം മാത്രമേ എപ്പോഴും ഡൊണാൾഡ് ട്രംപ് നടത്തൂ. അതുകൊണ്ടാണ് 2 ആഴ്ചയ്ക്ക് ശേഷമായിരിക്കും ഇറാന് ഞങ്ങൾ സമയം കൊടുത്താൽ അത് അവർ അനുസരിച്ചില്ലെങ്കിൽ ആക്രമിക്കുമെന്ന് പറഞ്ഞത്. ഈ പറഞ്ഞ് 48 മണിക്കൂർ കഴിയുന്നതിന് മുമ്പ് അവിടെ ആക്രമണം നടത്തി. അപ്പോൾ ഇത്തരത്തിലുള്ള തന്ത്രപരമായ നീക്കങ്ങൾ അമേരിക്ക നടത്തുന്നതുകൊണ്ട് തന്നെ ഇറാനും വലിയ ആശങ്കയിലായിരുന്നു. അയത്തുള്ള അലി ഖമനേയി ഉൾപ്പെടെയുള്ളവർ ബങ്കറിൽ ഒളിച്ച് താമസിപ്പിക്കുകയും ഇത്തരം ഒളിയാക്രമണം ഉണ്ടാവുകയും ചെയ്യുമെന്ന് അവർ ഭയപ്പെടുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ഖമനേയി പകരക്കാരെ വരെ കണ്ടെത്തുന്ന ഒരു നിലയിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ട്. എന്തായാലും ഇറാൻ ഇനി എങ്ങനെ തിരിച്ചടിക്കുമെന്നുള്ളത് ലോകം ഉറ്റുനോക്കുന്ന ഒരു കാര്യമാണ്. 6 സ്റ്റെൽത്ത് ബോംബർ വിമാനങ്ങളാണ് ഇവിടെ ഉപയോഗിച്ചതെന്നും ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ബെഞ്ചമിൻ നെതന്യാഹുവിന് ഇസ്രായേലിനൊക്കെ തന്നെ സന്തോഷമാകുന്ന ഒരു പ്രവൃത്തിയാണ് ഞങ്ങൾ ചെയ്തത്. ലോകത്തിന് വിനാശകരമായ ആണവായുധങ്ങൾ നിർമ്മിക്കുന്ന ഇറാൻ എന്ന് പറയുന്ന രാജ്യത്തെ ലോകത്തിൻ്റെ ഭൂപടത്തിൽ നിന്ന് മാറ്റി നിർത്തുക എന്നുള്ള ഞങ്ങളുടെ ഒരു നീക്കമാണ്. ഇസ്രായേൽ പറഞ്ഞതുപോലെ ഇറാനിൽ ഒരു രാഷ്ട്രീയ മാറ്റം അല്ലെങ്കിൽ ഭരണമാറ്റം ഉണ്ടാക്കണം. ഇത് തന്നെയാണ് അമേരിക്കയുടെ ആത്യന്തികമായ ലക്ഷ്യം. അപ്പോൾ മത നേതൃത്വത്തെ പൂർണ്ണമായിട്ടും തുടച്ചു മാറ്റി ജനാധിപത്യമായ ഒരു സർക്കാരിനെ അവിടെ അവരോധിക്കുകയാണ് അമേരിക്ക ലക്ഷ്യമിടുന്നത്. അമേരിക്ക ഇത്തരം ഒരു ആക്രമണം നടത്തിയാൽ ഇറാൻ സ്വാഭാവികമായിട്ടും ചൈനയുടെയും റഷ്യയുടെയും സഹായം തേടും. ചൈന ഇപ്പോൾ തന്നെ കപ്പലുകളിലും വിമാനങ്ങളിലുമായിട്ട് ആയുധങ്ങൾ അവർക്ക് എത്തിച്ചു കൊടുക്കുന്നു എന്നതിൻ്റെ വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. മാത്രമല്ല തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇവർ ഈ പറയുന്ന ക്ലസ്റ്റർ ബോംബുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. ഈ ക്ലസ്റ്റർ ബോംബുകൾ എന്ന് പറയുന്നത് ലോകത്തെ 100-ലധികം രാജ്യങ്ങൾ നിരോധിച്ച ഒരു ബോംബാണ്. കാരണം വിക്ഷേപിച്ചു കഴിഞ്ഞാൽ 1-ലധികം ഭാഗത്തേക്ക് വന്ന് വീഴുകയും പല ഭാഗങ്ങളിൽ നാശനഷ്ടം ഉണ്ടാവുകയും ചെയ്യും. അപ്പം രാസായുധം, ജൈവായുധം ഒക്കെ ഉപയോഗിക്കുന്നതിന് ലോകത്തെ നിയന്ത്രണം ഉള്ളതുപോലെ അണുവായുധം ഉപയോഗിക്കുന്നതിന് നിയന്ത്രണം ഉള്ളതുപോലെ ഈ ക്ലസ്റ്റർ ബോംബുകൾ ഉപയോഗിക്കുന്നതിന് നിയന്ത്രണമുണ്ട്. എന്നിട്ടും ഇറാൻ എടുത്ത് ഉപയോഗിച്ചു. അതുകൊണ്ടായിരിക്കാം അമേരിക്ക ഇനി മുന്നും പിന്നും നോക്കാനില്ല എന്ന് പറഞ്ഞിട്ട് ഈ ആണവ കേന്ദ്രങ്ങൾക്ക് നേരെ B2 സ്റ്റെൽത്ത് ബോംബർ ഉപയോഗിച്ചിട്ടുള്ള അറ്റാക്ക് നടത്തിയത്. ഡൊണാൾഡ് ട്രംപ് ഔദ്യോഗികമായിട്ട് ഇത് പ്രഖ്യാപിക്കുക കൂടി ചെയ്തതോടെ ലോകം ഒരു 3ാം ലോക മഹായുദ്ധത്തിൻ്റെ പടിവാതിക്കൽ എത്തി നിൽക്കുകയാണ്. തീർച്ചയായിട്ടും അങ്ങനെ തന്നെ പറയേണ്ടി വരും. നമ്മളൊക്കെ ഇപ്പോൾ ആശങ്കയിലാണ്. കാരണം ഒരു യുദ്ധമുണ്ടായാൽ അതെല്ലാ രാജ്യങ്ങളെയും, ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളെ അത് വലിയ തോതിൽ ബാധിക്കുമെന്നുള്ളത് ഒരു വലിയ കാര്യമാണ്. ഇപ്പോൾ ഇസ്രായേൽ പറയുന്നത് ഞങ്ങൾക്കിതിൽ സന്തോഷമുണ്ട്, അമേരിക്ക നമ്മളോടൊപ്പം ചേർന്ന് നിൽക്കുന്നുണ്ട് എന്നൊക്കെ പറയുമ്പോഴും ഞങ്ങളിത് അറിഞ്ഞിട്ടില്ല, ഈ അമേരിക്കയുടെ ഇത്തരമൊരു ആക്രമണം ഞങ്ങൾ അറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞ് കൈ കഴുകാനും ഇസ്രായേൽ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഈ ക്ലസ്റ്റർ ബോംബുകൾ ഉപയോഗിച്ച ഇറാൻ
ഏതൊക്കെ തരത്തിലുള്ള നീക്കങ്ങൾ ഇനി നടത്തും. കാരണം മതത്തെ കൂട്ടുപിടിച്ച് നടക്കുന്ന ഒരു രാജ്യമാണ്. അപ്പോൾ 3 ആണവായുധ കേന്ദ്രങ്ങൾ സ്വന്തം രാജ്യത്ത് തന്നെ ഉള്ള ഒരു രാജ്യവും കൂടിയാണ് ഇറാൻ. അപ്പോൾ ഉത്തര കൊറിയയുടെ മറ്റൊരു പതിപ്പ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അത്തരത്തിൽ ഉള്ള ഒരു രാജ്യം അണുവായുധത്തിലൂടെ മാത്രമേ ഇനി തങ്ങളുടെ ശത്രുക്കളെ നിലയ്ക്ക് നിർത്താൻ കഴിയൂ, അല്ലെങ്കിൽ അവരെ പരാജയപ്പെടുത്താൻ അണുവായുധം ഉപയോഗിച്ചാൽ മാത്രമേ പറ്റൂ എന്ന് കരുതിക്കൊണ്ട് അണുവായുധം കാരണം പിന്നും തിരിഞ്ഞു നോക്കേണ്ട കാര്യമില്ല. അത്തരത്തിൽ അണുവായുധം ഉപയോഗിക്കാൻ ഇറങ്ങി തിരിച്ചാൽ ലോകം വിനാശത്തിലേക്ക് പോകുമെന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. ഇവിടെ സമാധാനമാണ് ഏറ്റവും ആവശ്യം. അത് ചർച്ച ചെയ്ത് പരിഹരിക്കാൻ ശ്രമിക്കുന്നതിനിടയ്ക്ക് ഇത്തരത്തിലൊരു നീക്കം അമേരിക്കയുടെ ഭാഗത്തു നിന്നുണ്ടായത് ശരിയാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. എന്തായാലും US ഔദ്യോഗികമായി പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ സർജിക്കൽ സ്ട്രൈക്ക് നടത്തി, 3 ആണവ കേന്ദ്രങ്ങൾക്ക് മേലെ ആക്രമണം നടത്തി, 6 B-2 സ്റ്റെൽത്ത് ബോംബർ വിമാനങ്ങളാണ് ഉപയോഗിച്ചതെന്നും പറഞ്ഞിട്ടുണ്ട്. ഈ നാശനഷ്ടങ്ങളുടെ കണക്ക് ഒന്നുകിൽ ഇനി അമേരിക്ക ഉപഗ്രഹ ചിത്രങ്ങളുടെ സഹായത്തോടെ പുറത്തുവിടണം, അല്ലെങ്കിൽ ഇറാൻ നേരത്തെ പറഞ്ഞതുപോലെ സമ്പുഷ്ടീകരിച്ച യുറേനിയമോ ആണവായുധങ്ങളോ മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ ആ കാര്യവും ഔദ്യോഗികമായി പുറത്തു വരണം. മണിക്കൂറുകൾക്കുള്ളിൽ ഇതിൻ്റെ വാർത്തകളൊക്കെ പുറത്തു വന്നേക്കാം. അപ്പോൾ നമുക്ക് വീണ്ടും ചർച്ച ചെയ്യാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.